ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര. ഇങ്ങനെയാണോ പറഞ്ഞേ? ശരി, നല്ല കയ്യിൽ കൊടുത്തിട്ട് വെറുതെ പറഞ്ഞാൽ കേട്ടോ. ശരി, അപ്പൊ നമ്മൾ എന്തായാലും ഇതിനകത്ത് ക്യാപ്റ്റന്റെ പേര് എന്താണ്? നമ്മുടെ ബ്ലൂ ടൈഗേഴ്സിലെ ക്യാപ്റ്റന്റെ പേര് ആണോ? തെറ്റിപ്പോയി അല്ലേ? ആണോ? എനിക്കല്ല സംശയം. ഇനി ആരെ വിളിക്കണം? ബ്ലൂ ടൈഗേഴ്സ് തന്നെ പറയാം. കൈ നോക്കിയിട്ടുണ്ടായി ഒരു റെഡ് ടീഷർട്ട് വിളിക്കുന്ന ഹെഡർ വന്ന് ഇനി വരില്ല മുന്നിലോട്ട്. ഇനി വന്നാൽ പുള്ളി അവിടെ ചമ്മി നിൽക്കുക പോലെ. ശരി, എന്താ പേരെന്താ? എവിടെ ശരിക്കും സ്ഥലം? മലപ്പുറം, ആലപ്പുഴ. ഓക്കെ, അപ്പൊ എന്തായാലും ബ്ലൂ ടൈഗേഴ്സിന്റെ ക്യാപ്റ്റൻ പറയുന്നത് എന്തെങ്കിലും ടാസ്ക് വേണോ? വേണ്ട. ഓക്കെ, ശരി. ശരി, വരാം. അപ്പൊ എന്തായാലും നമ്മുടെ ബ്ലൂ ടൈഗേഴ്സിന്റെ ക്യാപ്റ്റന്റെ പേര് സാലി സാംസൺ. സാലി സാംസൺ. നല്ലൊരു കാര്യം കൊടുത്തേക്കട്ടെ. നമ്മുടെ സഞ്ജു സാംസന്റെ ബ്രദറാണ്, സാംസൺ ബ്രദേഴ്സ് ആണ് അല്ലെ? അപ്പൊ പക്ഷേ ഇതിനകത്ത് നമ്മള് വൈസ് ക്യാപ്റ്റൻ ആയിട്ട് സഞ്ജു സാംസൺ ഉണ്ട് കേട്ടോ ബ്ലൂ ടൈഗേഴ്സിൽ. ഓക്കെ, അപ്പൊ ഇവർക്ക് 3 പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന നമുക്ക് സെലക്ട് ചെയ്യണ്ടേ? ഓക്കെ, വേറെ ആരുമല്ല, ഫെഡറൽ ബാങ്കിന്റെ തന്നെ റീജിയണൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിന് ഫെഡറൽ ബാങ്ക് ഇല്ലാണ്ട് വരില്ലല്ലോ. ടൈറ്റിൽ സ്പോൺസർ ആയിട്ട് ഫെഡറൽ ബാങ്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം. കളി കാണാൻ എല്ലാവരും ട്രിവാൻഡ്രത്ത് പോകണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും KCLന്റെ ഒരു ജേഴ്സിയാണ് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് നൽകാൻ പോകുന്നത്. ഓക്കെ, ഓരോരുത്തരായിട്ട് ചെന്ന് മേടിച്ചോളൂ. നല്ലൊരു കൈഡി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം വളരെ മനോഹരമായിട്ട് ആൻസർ പറഞ്ഞു. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇദ്ദേഹത്തിന് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, തെറ്റിപ്പോയെന്ന് വിചാരിക്കുന്നില്ല. ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഗിഫ്റ്റ് നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു. നല്ലൊരു കൈഡി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പ്രോത്സാഹനമായിട്ട് മാത്രം കാണുക, ബുദ്ധിമുട്ടായിട്ട് ആരും കാണരുത്. കാരണം നിങ്ങളെയൊക്കെ പ്രോത്സാഹനം കൊണ്ടാണ് ഓരോരുത്തരും മുന്നിലേക്ക് വരാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഒരാൾക്കും കൂടി ഇത്രയും സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഞാൻ ഇത് കൊടുത്താണല്ലോ. താങ്ക് യു സാർ, താങ്ക് യു. വളരെ സന്തോഷം. ഓക്കെ, നമ്മൾ ആ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റ് ചേർന്ന് ഒരുപാട് സിനിമകളോടെ മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച സിജു വിൽസൺ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാൻ സ്നേഹത്തോടെ KCLന്റെ വേദിയിലേക്ക് നല്ലൊരു കൈ കൊടുത്ത് യു ലൈക്ക് ടു വെൽക്കം ആണ് മിസ്റ്റർ സിജു വിൽസൺ. പ്ലീസ് വെൽക്കം. ഹലോ, ഹായ്. എല്ലാവരും പുറത്തിറങ്ങിയേക്കണോ? സുഖമല്ല എല്ലാവർക്കും? എന്താ ഓടി കഷ്ടപ്പെട്ടോ? എന്താണ് പറയാ? KCLനെ കുറിച്ച് KCLന്റെ നമ്മള് ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടിയിട്ടാണ് സിജു വിൽസൺ ഇവിടെ എങ്ങനെയാണ് ബ്ലൂ ടൈഗേഴ്സുമായിട്ടുള്ള ബന്ധം, ബ്ലൂ ടൈഗേഴ്സിൽ വരാനുള്ള ഒരു മെമ്പറാകാനുള്ള കാരണങ്ങളും മാളവി വരുന്നുണ്ട്. ഓക്കെ, വെൽക്കം. നമ്മുടെ മറ്റൊരു രീതിയിലേക്ക് എത്തുകയാണ് മാളവിക. നല്ലൊരു കൈഡി കൊടുക്കട്ടെ എല്ലാവരും ചേർന്ന്. മാളവിക, വെൽക്കം പ്ലീസ്. കഴിഞ്ഞ നമ്മൾ ലാസ്റ്റ് മാൻ സ്റ്റാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടൂർണമെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ബ്ലൂ ടൈഗേഴ്സ് ആയിരുന്നു. അങ്ങോട്ടുള്ള ബന്ധമാണ്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലാസ്റ്റ് മാൻ സ്റ്റാൻസ് എന്നൊരു ഫോർമാറ്റിലുള്ളൊരു ടൂർണമെന്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ സ്പോൺസേഴ്സ് ബ്ലൂ ടൈഗേഴ്സ് ആയിരുന്നു. ഓക്കെ, ഇവരെല്ലാവരും വളരെ എനർജിയാണ്. ബ്ലൂ ടൈഗേഴ്സ് ഈ പ്രാവശ്യം കപ്പടിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്നുള്ള ആകാംക്ഷയാണ് നിൽക്കുന്നത്. വിൽസനൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ എനർജിയൊക്കെ അവർക്ക് ഉണ്ടാവില്ലേ? എല്ലാവർക്കും ഇല്ലേ എനർജി? ഈ പ്രാവശ്യം ബ്ലൂ ടൈഗേഴ്സ് വരും. അതെ, ബ്ലൂ ടൈഗേഴ്സ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കപ്പടിക്കട്ടെ. പിന്നെ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ദ ടീംസ്. ബെസ്റ്റ് ടീം തന്നെ വിൻ ചെയ്യട്ടെ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മൾ ഇവിടെ വരാൻ പറ്റിയത്. ലാസ്റ്റ് മൊമെൻറ്റിലാണ് എന്നെ ആക്ച്വലി വിളിക്കുന്നത്, കോൺടാക്ട് ചെയ്തത്. ഇന്നലെ കറക്റ്റ് ടൈമിൽ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് വരുന്നൊരു ടൈം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തൊരു സ്പോൺസറാണ്. സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഞാൻ സ്കൂൾ ടൈമിൽ ക്രിക്കറ്റ് ടീമിൽ കളിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അന്ന് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ സ്കൂൾ ടീമിൽ പോലും എനിക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റിലൊക്കെ കളിക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യമാണ്. അപ്പോൾ കേരളത്തിലുള്ള നല്ല ക്രിക്കറ്റേഴ്സിനൊക്കെ അവരുടെ ടാലൻസും കാര്യങ്ങളൊക്കെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നല്ല ടാലൻറ്റുകൾ മുമ്പോട്ട് വരട്ടെ. അതുപോലെ തന്നെ
ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് കളിക്കാനായിട്ട് ഒരുപാട് അതിന് വേണ്ടിയിട്ടുള്ളൊരു അടിത്തറയാണുള്ളത്. തീർച്ചയായിട്ടും. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം KCL എന്നൊക്കെ പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വരുന്ന അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉഗ്രനായിട്ടുള്ള പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നിന്നും വരണം. ഞാനൊക്കെ ആഗ്രഹിക്കുകയായിരുന്നു, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയൊരു ക്രിക്കറ്ററാകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സിനിമ നടനായതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ CCFലൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഭയങ്കര സ്ട്രെസ് റിലീവിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. സിനിമയും ക്രിക്കറ്റും ഭയങ്കര ബന്ധമാണ്. ടീം പ്ലേ, ഭയങ്കര ടീം പ്ലേ ആണ്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ വന്നവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ താങ്ക് യു, നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൊടുക്കുക ഒരു കൈ കൊടുത്തേക്ക് മാളവിക്ക് അല്ലെങ്കിൽ രണ്ട് വാക്ക് KCLനെ കുറിച്ചൊന്നുമില്ല, നമ്മുടെ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിനെ കുറിച്ച് രണ്ട് വാക്ക്. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. വീണ്ടും നമ്മൾ അല്ലെ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് ഒരുപാട് സന്തോഷം. കാരണം ഞാനത് പറയാൻ കാരണം ഒരു പ്രീവിയസ് ഒരു ഇവന്റിൽ ഞങ്ങൾ എല്ലാവരും ഒന്ന് അസോസിയേറ്റ് ചെയ്തിരുന്നു. എഗെയിൻ തിരിച്ചിവിടെ വരാൻ പറ്റിയത് കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടിയിട്ട് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ലൈക്ക് അവരുടെ ആന്തം പോലെ തന്നെ വി ആർ ഹിയർ ടു ചെയർ ഫോർ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ്. സോ ഓൾ ദി ഗുഡ് ലക്ക്. ഉഗ്രൻ പ്ലേയേഴ്സ് തന്നെയാണ്, അതിലൊന്നും ഒരു ഡൗട്ടില്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും തീരെയാണ്. ആൻഡ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരെ ഓപ്ഷനിൽ ബിഡ് ചെയ്ത് സഞ്ജുവിനെ എടുത്തത് ഹാഫ് ആൻഡ് മോർ എമൗണ്ടിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയേണ്ടത്, നമ്മളുടെ സ്വത്താണ് അല്ലേ സഞ്ജു. അപ്പോൾ ഓൾ ദി ഗുഡ് ലക്ക്. അതാണ് ഇതിലെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത്. ഒരുപാട് സന്തോഷം. ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി പിന്നെയും വരാൻ സാധിച്ചതിൽ എടുത്തിട്ട്. പിന്നെ ഞാൻ ക്രിക്കറ്റൊന്നും കളിക്കുന്ന ഒരാളല്ല, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് പറയാനും അറിയില്ല. വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ക്രിക്കറ്റ് കളിക്കുന്നത്. ലാസ്റ്റ് മാൻ സ്റ്റാൻഡ്സിൽ ക്രിക്കറ്റ് കളിച്ചതിന്റെ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അല്ലാതെ ചുമ്മാ വെറുതെ ആക്ഷൻ കാണിക്കാൻ പറഞ്ഞു. അതൊരു ഷോന് വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. അത് പക്ഷെ എത്തുന്നിടത്തൊക്കെ. അപ്പോൾ നത്തിങ് മോർ. എല്ലാ പ്ലേയേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. കപ്പ് നേടിയിട്ട് വരൂ. ഓൾ ദി ഗുഡ് ലക്ക് ടു ഹോൾ ടീം ഓഫ് ബ്ലൂ ടൈഗേഴ്സ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ ഒരാളെ കൂടി ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ഒരു വീഡിയോ ഒരു പ്ലീസ് നല്ലൊരു കൈഡി എടുക്കാം. മിസ്റ്റർ ആനന്ദ്. ഓക്കെ, ഒരാൾ കൂടി ഒരു സെലിബ്രിറ്റി കൂടി നമ്മളിവിടെ എത്തുകയാണ്. ഓക്കെ, നല്ലൊരു കൈഡി കൊടുക്കാം. വെൽക്കം ചെയ്യുന്നു ഋതുമാത്ര പ്ലീസ്. എല്ലാവരും നല്ലൊരു കൈഡി കൊടുക്കും. ഒരുപാട് സിനിമകളിലൂടെ നല്ല നല്ല കഥാപാത്രങ്ങളുള്ള മലയാളി പ്രേക്ഷകരെ എന്താ പറയുക, മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ എന്നൊരു സിനിമാ താരം കൂടിയാണ്. ഋതു പ്ലീസ് രണ്ട് വാക്ക് നമുക്ക് സംസാരിക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമ്മൾ ബ്ലൂ ടൈഗറുമായിട്ട് കുറച്ച് ഇവൻറ്റ്സ് നമ്മൾ എന്താ പറയുക അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് സോ ഹാപ്പി ടു ബി ബാക്ക്. താങ്ക് യു സോ മച്ച് ബ്ലൂ ടൈഗേഴ്സ് ആൻഡ് ക്ലബ് എഫ്എം. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ആൻഡ് ഐ ഗെറ്റ് ടു നോ വാട്ട് ഇസ് ദ പ്രോഗ്രാം. എനിവേ ഗുഡ് ലക്ക് ടു വാട്ട് ഇസ് ഹാപ്പനിങ്. ദാറ്റ്സ് ഓൾ ഐ ക്യാൻ സേ. താങ്ക് യു. ഓക്കെ, ഇപ്പോൾ രണ്ട് സെക്കൻഡ് ഓക്കെ, നമുക്ക് ഒരാളെ കൂടി ഇങ്ങോട്ട് നീങ്ങിക്കാന്ന് പറയും. ഈ സൈഡിൽ നിൽക്കുന്നവർ കുറച്ചൊന്ന് നീങ്ങി നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് സഹായിക്കണേ പ്ലീസ്, റിക്വസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരാളെ കൂടി ഒന്ന് വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഒന്ന് സ്വാഗതം ചെയ്യാൻ കേട്ടോ. ബ്ലൂ ടൈഗേഴ്സിന്റെ ക്രിയേറ്റീവ് ഹെഡാണ്. നല്ലൊരു കൈഡി കൊടുത്താൽ അദ്ദേഹത്തെ കൂടി രണ്ട് വാക്ക് സംസാരിക്കാൻ വേദിയിലേക്ക് വെൽക്കം ചെയ്യാം. എല്ലാവരും ചേർന്നൊരു കൈഡി കൊടുത്തേക്കണേ. മിസ്റ്റർ ആനന്ദ് പ്ലീസ് വെൽക്കം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ കൈയടി തരാൻ പറഞ്ഞിട്ട് ആരും കൈയടിക്കുന്നില്ല. ആർക്കും നമ്മൾ ഇഷ്ടമായില്ലേ? നല്ലൊരു കൈയടി ഇടാമോ? ഓക്കെ, ബബിപ്രോ ഇവിടെ നിന്നിട്ട് അടിപൊളിയായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം എത്താൻ പറ്റുമോ നോക്കട്ടെ. അതല്ല എന്നാലും ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലൂ ടൈഗേഴ്സിന്റെ പറ്റി പറയണേ. KCL, അതായത് ഇപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കിത് ഇവിടെ അടിപൊളി സെലിബ്രിറ്റീസ് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാനിന്നിപ്പോൾ പറയുന്ന കാര്യം, കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2 കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2 കഴിഞ്ഞ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ വർഷം കഴിഞ്ഞ വർഷത്തിലെ ടോപ്പ് പിറ്റഡ് ഫ്രാഞ്ചൈസി ആയിരുന്നു കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. അവിടെ നിന്നും നമ്മൾ ഈ വർഷം എത്തിയിരിക്കുന്നത് സഞ്ജു സാംസൺ, രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്ലെയറുമായിട്ടുള്ള സഞ്ജു സാംസനെ ടോപ്പ്
ബീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സോ അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. അപ്പൊ ആ ഒരു സന്തോഷത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന സിജു വിൽസൺ, മാളവിക മേനോൻ ആൻഡ് ഋതു മന്ത്ര, എല്ലാവരും നല്ലൊരു കൈ കൊടുക്കാം. കഴിഞ്ഞ് പോരാട്ടോ. ഇപ്പൊ എല്ലാവരും ഈ ഈവനിങ് ടൈം ആയതുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി വന്ന് കുറെ സമയം ആയി നിൽക്കുന്നോണ്ടാണോ? നല്ലൊരു കൈ കൊടുക്കാം ഒന്നുകൂടി. താങ്ക് യു. സോ ടെലിംഗ് അബൌട്ട് ബ്ലൂ ടൈഗേഴ്സ്, അതായത് ബ്ലൂ ടൈഗേഴ്സ് നമ്മൾ ആക്ച്വലി ഒരു സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് കമ്പനിയാണ്. അപ്പൊ അതിനകത്തുള്ള നമ്മുടെ വൺ ഓഫ് ദി വെർട്ടിക്കൽസ് ആണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ബ്ലൂ ടൈഗേഴ്സ് ലണ്ടൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ്. നിങ്ങൾക്ക് അറിയാം, പുതിയ മമ്മൂക്ക, ലാലേട്ടൻ, മഹേഷ് നാരായണൻ വരുന്ന 18 വർഷങ്ങൾക്ക് ശേഷം ഈ കൂട്ടുകെട്ട് ഒന്നിക്കുന്നത് മമ്മൂക്ക, ലാലേട്ടൻ ഒന്നിച്ച് വരുന്ന ഒരു പടമാണ് അത് മഹേഷ് നാരായണന്റെ സംവിധാനത്തില്. അതിന്റെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് ആണ് ബ്ലൂ ടൈഗേഴ്സ് ലണ്ടൻ. അപ്പൊ അതിലും ഭാഗമായതിലൊപ്പം തന്നെ ഇതുപോലത്തെ ഒരു കേരള ക്രിക്കറ്റ് ലീഗ്, വളർന്നു വരുന്ന ക്രിക്കറ്റിൽ കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും വളർന്നു വരുന്ന യുവ പ്രതിഭകളെ മാക്സിമം പൊക്കി കൊണ്ടുവരാം എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ ആ ഒരു വിഷനിലാണ് സുഭാഷ് ജോർജ് മാനുവൽ എന്ന് പറയുന്ന ഈ ടീം ഓണർ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആൻഡ് ബ്ലൂ ടൈഗേഴ്സ് ലണ്ടൻ, ബ്ലൂ ടൈഗേഴ്സ് ഗ്രൂപ്പിന്റെ തന്നെ ഓണർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വിഷൻ. സോ അതിന് നമ്മുടെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ആൻഡ് വെൽക്കം ടു കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഫാമിലി. താങ്ക് യു. സോ ഇന്നത്തെ നമ്മുടെ ഈവന്റ് നമുക്കിവിടെ സംഘടിപ്പിക്കാനായിട്ട് ഒത്തിരി, അതായത് ഇതുപോലത്തെ ഒരു പബ്ലിക് ഇവന്റ് നമ്മുടെ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി അപ്രൂവൽസ് കാര്യങ്ങളൊക്കെ വേണം. അതായത് ലേറ്റ് നൈറ്റ് അപ്രൂവൽസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഓടി നടന്നിരുന്നു. ലേറ്റ് നൈറ്റ് ആണ് നമുക്ക് പല അപ്രൂവൽസും കിട്ടിയത്. ആ അപ്രൂവൽ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്തത്. സിജുചേട്ടനായാലും മാളവികയായാലും ഋതുമന്ത്രി ആയാലും. സോ ലേറ്റ് നൈറ്റ് സമയത്തായാലും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരിവിടേക്ക് എത്തി. ഇവരെ പറ്റി, സിജുചേട്ടനെ മാളവികനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ CCF LMS എന്ന് പറയുന്ന ലാസ്റ്റ് മാച്ച് ക്രിക്കറ്റ് ഫോമാറ്റ് കേരളത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ബ്ലൂ ടൈഗേഴ്സ് ആണ്. സോ ഇൻ കൊളാബറേഷൻ സെലിബ്രിറ്റി ക്രിക്കറ്റ് ഫ്രട്ടേണിറ്റി, അതിനകത്ത് ബ്ലൂ ടൈഗേഴ്സ് സ്പോൺസർ ചെയ്ത ടീമുണ്ട്, ഈഗിൾ എംപയർസ്. അതിന്റെ സെലിബ്രിറ്റി ഓണർ ആൻഡ് സെലിബ്രിറ്റി അംബാസിഡർ ആണ് സിജു ചേട്ടൻ ആൻഡ് മാളവിക മേനോൻ. സോ അവർ ഓൾറെഡി കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഫാമിലിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു ഇവന്റ് വന്നാലും ബ്ലൂ ടൈഗേഴ്സ് അസോസിയേറ്റ് ചെയ്യുന്ന ബ്ലൂ ടൈഗേഴ്സിന്റെ ഏതൊരു ഇവന്റ് വന്നാലും നമ്മുടെ ത്രൂ ഔട്ട് കൂടെ ഉള്ള ഒരാളാണ് ഋതുമന്ത്ര. ആ ജേർണിയിൽ ത്രൂ ഔട്ട് ഉള്ള ഒരാളാണ്. സോ ഷീ ഈസ് ഓൾസോ നോട്ട് അപ്പാർട്ട് ഫ്രം us. സോ എവ്രിവൺ വെൽക്കം ടു കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഫാമിലി. സോ ആദ്യമായി തന്നെ എന്തായാലും അവരോട് വന്നതാണ്. നമുക്ക് അവർക്കൊരു AV എല്ലാം പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ ഒഫീഷ്യലി ഇവർ 3 പേരെയും ഞാൻ നമ്മുടെ ഈ ഫംഗ്ഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. എല്ലാവരും മാറി നിൽക്കാൻ പറഞ്ഞ് നിങ്ങളൊന്നുകൂടി വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കയ്യടി പോരാ. വെൽക്കം ഋതുമന്ത്ര. ആഫ്റ്റർ ദാറ്റ് ഞാൻ നമ്മുടെ ഈ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നത് നമ്മുടെ ബ്ലൂ ടൈഗേഴ്സിന്റെ ഡയറക്ടർ മിസ്റ്റർ ശരത് രാജ് ആൻഡ് ഓപ്പറേഷൻസ് അഖിൽ, അവരും ഞാൻ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നു. അഖിൽ ചന്ദ്രൻ. സോ ഓൾറെഡി അവര് നമ്മളെ പറ്റി കുറെ കാര്യങ്ങൾ സംസാരിച്ചു. സിജുചേട്ടനായാലും മാളവികയായാലും ഋതുമന്ത്രയ്ക്ക് കിട്ടിയിട്ടില്ല. സോ വെൽക്കം യൂസ് ചെയ്യാം പ്ലീസ്. സോ നമ്മുടെ ബ്ലൂ ടൈഗേഴ്സിന്റെ ആ ഒരു ഇതുവരെ ഒരു ജേർണി എല്ലാവരെയും പറ്റി പറയാം. ശരിക്കും നമുക്ക് എല്ലാവർക്കും ഭയങ്കര വികാരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ഞാൻ യൂഷ്വലി IPL ഒക്കെ ഇപ്പം എൻ്റെ കസിൻസ് ഒക്കെ ഇരുന്ന് കാണുമ്പോൾ അവരുടെ അടുത്ത് പറയായിരുന്നു തോറ്റിട്ടുണ്ടെങ്കിൽ എന്തിനാ വിഷമിക്കണേ, ക്ലാസ്സിൽ പോകുന്ന നെക്സ്റ്റ് ഡേ എന്നൊക്കെ. പക്ഷെ ഞങ്ങളിവിടെ എനിക്കും ഇതുപോലെ ഞാൻ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു സീ ഡോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടീമിൻ്റെ. അന്നാണ് എനിക്ക് മനസ്സിലായത് എത്രത്തോളം വിഷമമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ടീം തോക്കുമ്പോൾ എന്നുള്ളത്. ഇതുപോലെ തന്നെ ഞങ്ങൾ 2 ദിവസം നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങളൊക്കെ ഇത് കരയായിരുന്നു കേട്ടോ, പക്ഷേ തോറ്റുല്ലോ എന്ന് പറഞ്ഞിട്ട്. സോ എനിക്കത് മനസ്സിലായി ഇത് എത്രത്തോളം നമ്മളുടെ ഇൻഡക്റ്റിൽ നമ്മളുടെ ബ്ലഡിലേക്ക് ഇറങ്ങിയിട്ടുള്ള കാര്യമാണ് ക്രിക്കറ്റ് എന്നുള്ളത്. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് ഇവരെ ഈഗിൾ എംപയർസ് ആൻഡ് വി ഹാഡ് ആൻ അമേസിംഗ് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. ആർക്കും അങ്ങനെ വളരെ ഇഞ്ചുറീസ് ഒന്നും പറ്റിയില്ല. അങ്ങനെ ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ടീം തന്നെ വിൻ ചെയ്തു. സോ ഐ എം റിയലി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദെയർ നെക്സ്റ്റ് സീസൺ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. ഇതൊരു ഗംഭീര സംഭവമാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കണ പോലെ തന്നെ എല്ലാവരും വരണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിച്ചൊരു നെക്സ്റ്റ് സീസൺ നിങ്ങൾ ഉണ്ടാവില്ലേ? യെസ്, താങ്ക് യു സോ മച്ച്. സോ ഹാവ് എ ഗുഡ് ഡേ ഗൈസ്. താങ്ക് യു ആൻഡ് താങ്ക് യു ബ്ലൂ ടൈഗേഴ്സ്
എന്നെ ഇതിന് ഒരു ഭാഗമാക്കിയതിന് ഐ എം ക്ലബ് എഫ് എം റൈറ്റ് സോറി റെഡ് എഫ് എം താങ്ക് യു റെഡ് എഫ് എം താങ്ക് യു സോ മച്ച്. കണ്ടക്ട് ചെയ്യുന്ന ഒരു റോഡ് ഷോ ഇന്നിവിടെ എൻഡ് ചെയ്യുക. കണ്ണൂർ തൊട്ട് ട്രിവാൻഡ്രം വരെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇവന്റ് ആയിരുന്നു. കെ സി എനിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. ബ്ലൂട്ടൈയുടെ സംബന്ധിച്ചോളം ഇതൊരു നമ്മുടെ സെക്കൻഡ് ജേർണിയാണ്. ലാസ്റ്റ് ഇയറാണ് നമ്മൾ ഫസ്റ്റ് ഇയറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. സോ വി ആർ ഹോപ്പിംഗ് എ ഗുഡ് മാച്ച്. ഓഗസ്റ്റ് 21 തൊട്ട് സെപ്റ്റംബർ 6 വരെ ട്രിവാൻഡ്രത്തിൽ വെച്ചാണ് മാറ്റി നടക്കുന്നത്. 6 ടീമുകൾ മാറ്റി നിൽക്കുന്ന മാച്ചിൽ ഒരുപാട് സർപ്രൈസ് എലമെന്റുകളൊക്കെ ഉണ്ടായിരിക്കും. ലാസ്റ്റ് ഇയർ ആലപ്പുഴ റിപ്രസെന്റ് ക്രിക്കറ്റ് ടൂർ മുംബൈയിലേക്ക് പോയ പോലെ ഒരുപാട് ചാലഞ്ച് നമുക്ക് ഈ കമ്മിങ് ഇയേഴ്സിൽ ഈ സീസണിലും എല്ലാമായിട്ട് നമുക്ക് ഇന്ത്യക്കും അല്ലെങ്കിൽ നമുക്ക് IPL-ലുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ വിളിച്ചപ്പോൾ ഋതുവാണെങ്കിലും ഷിജുവാണെങ്കിലും മാളവികയാണെങ്കിലും പിന്നെ ഷോർട്ട് ഡയലോഗ്സായി ഇവിടെ വന്നു. നമുക്ക് മാസങ്ങളായിട്ട് അല്ല വർഷങ്ങളായിട്ടുള്ള അസോസിയേഷൻ തെളിവായിട്ട് തന്നെ കഴിഞ്ഞ ഞങ്ങളുടെ CCF-ലുള്ള ഞങ്ങളുടെ ടൈറ്റിൽ സ്പോൺസേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഇത് ഏതൊരു ആവശ്യത്തിനും ബ്ലൂ ടൈഗേഴ്സിൻ്റെ ഏതൊരു ആവശ്യത്തിന് ഇവരെ വിളിച്ചു കഴിഞ്ഞാലും നോ എന്നൊരു കാര്യം ഇവർ പറയാറില്ല. ഇവർക്ക് ആ ക്രിക്കറ്റിനോടുള്ളൊരു പാഷനും അല്ലെങ്കിൽ ആ ഒരു ലീഗിനോടുള്ളൊരു സ്നേഹവും കൊണ്ടാണ്. സോ താങ്ക് യു ഓൾ. പ്ലീസ് സപ്പോർട്ട് ബ്ലൂ ടൈഗേഴ്സ്. താങ്ക് യു. താങ്ക് യു. സോ അടുത്തതായി ഞാൻ ഇവിടേക്ക് വെൽക്കം ചെയ്യാണ് മിസ്റ്റർ അലക്സ് ടോം. അദ്ദേഹം ഇൻവൈസർ ഡയറക്ടറായ കൊച്ചിൻ ക്രിക്കറ്റ് ക്ലബ് മെമ്പറാണ്. സോ വെൽക്കം. ആൻഡ് ആസ് വെൽ CCF-നെ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മുടെ കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട് ശ്രീബ വർഗീസ്. ശ്രീബിജേട്ടോ ഇതിലേക്ക് വരാമോ? ഹിയർ. സോ വെൽക്കം യു ബോത്ത്. അപ്പോൾ ബ്ലൂ ടൈഗേഴ്സിനോട് എന്താണ്? ഗുഡ് ഈവനിങ്. ഇന്നിവിടെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരുടെയും ഒരു കാലത്തെ സ്വപ്നമായിരുന്നു ക്രിക്കറ്റ്. സീഷാദ് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്നാൽ ഒരു കമ്പനിയാണ് KCL എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസി ഓൺ ചെയ്യുന്നത്. പലർക്കും അറിയില്ല, നമ്മുടെ കാർണിവലിൽ തന്നെ ഫേസ് 2-ലുള്ള 3rd ഫ്ലോറിലുള്ള നമ്മുടെ ഇൻവൈസറിന്റെ തൊട്ടപ്പുറത്തെ ഓഫീസാണ് ഈ പറഞ്ഞ ബ്ലൂ ടൈഗേഴ്സ് എന്ന് പറയുന്നത്. ഇവൻ ഇൻവൈസറിന്റെ സ്റ്റാഫിന് പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല തമ്മിലുള്ള ടൈഗേഴ്സാണ്. ഓക്കെ, അപ്പം ഇൻഫോ പാർക്കിൽ വെച്ച് തുടങ്ങുന്ന ഈ ഒരു ടൂർണമെന്റിന്റെ ഒരു റോഡ് ഷോ തിരിച്ച് എൻഡ് ചെയ്യുമ്പോൾ ഈ ട്രോഫി തിരിച്ച് ഇവിടെ തന്നെ വരട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. ആൻഡ് ഓൾറെഡി പറഞ്ഞ പോലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സഞ്ജു ആണ് ഈ വർഷത്തെ നമ്മുടെ ഇന്ത്യൻ പ്ലെയർ. അപ്പം അത് വലിയൊരു ഹൈലൈറ്റ് ആണ്. അതിൻ്റെ കൂടെ ഇപ്പം സീഷയുടെ പറഞ്ഞു CCF അല്ലെങ്കിൽ LMS. ഓക്കെ, സീഷറിനെതിരെ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു ടൂർണമെൻറ്റിൽ. സോ ഞങ്ങൾക്ക് ഒരു ക്ലബുണ്ട്, കൊച്ചി ക്രിക്കറ്റ് ക്ലബ്. പ്രാക്ടീസ് മാച്ചായിട്ട് സീഷറിന് കളിക്കുന്നത് നല്ലൊരു ബാറ്റ്സ്മാൻ കൂടിയാണ് സീഷർ. ഓക്കെ, അപ്പം ആ ഒരു ടൂർണമെൻറ്റ് നടന്ന പോലെ തന്നെ ഇൻഫോ പാർക്കിൽ നമുക്കൊരു ടൂർണമെൻറ്റ് നടത്തണം. അതാണ് എനിക്ക് അഖിലിനോട് ശരത്തിനോട് പറയാനായിട്ടുള്ളത്. സോ ഈ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഇൻഫോ പാർക്കിൽ ഒരു ലീഗ്, ഓക്കെ, എല്ലാ കമ്പനീസിനെയും കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ബ്ലൂ ടൈഗേഴ്സിൻ്റെ ഒരു ലീഗ് വരണം. അതാണ് നമ്മുടെ ഓക്കെ ഫീച്ചറിനെ കളിപ്പിക്കണം. ഓക്കെ, ഉറപ്പായിട്ട് അതിൽ നമ്മൾ ലിമിറ്റ് ചെയ്തില്ല, CCF ഒന്നും ലിമിറ്റ് ചെയ്തില്ല, എല്ലാവരും. ഓക്കെ, സോ അതാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് ബ്ലൂ ടൈഗേഴ്സ്. താങ്ക് യു സോ മച്ച്. അടുത്തതായി CCF-നെ റെപ്രസെന്റ് ചെയ്ത് നമ്മളോട് വന്നിരിക്കുന്ന ശ്രീബിജൻ. Good evening all. Thank you so much for inviting me for such a great event, launching Kerala Blue Tigers of Kerala Cricket League Season 2. And Sharad, thanks Sharad and Akhil. CCF-ൽ ഞങ്ങൾ കേരള ബ്ലൂ ടൈഗേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ CCF-ന്റെ നെടുന്തൂണായിട്ടുള്ള ഒരു സ്പോൺസറാണ്. ഒരു വർഷമായിട്ട് CCF-ആയിട്ട് അത്രയും നല്ലൊരു അസോസിയേഷനാണ്. ബ്ലൂ ടൈഗേഴ്സായിട്ടുള്ള എക്സ്പീരിയൻസ് ഞങ്ങളുടെ അങ്ങനെയാണ്. ക്രിക്കറ്റിനെ ഇത്രയും പാഷനേറ്റ് ആയിട്ട് ലവ് ചെയ്യുന്ന ഒരു സ്പോൺസർ നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ CCF-നെ കൂടെ ചേർത്ത് നിർത്തിയതിനെ ബ്ലൂ ടൈഗേഴ്സ് ഈ സമയത്ത് I would like to express my gratitude in front of you all. And ഇത്തവണത്തെ സീസൺ 2-ൽ ഇപ്പോൾ കുറച്ച് മുമ്പ് ടോം സംസാരിച്ചതുപോലെ ഇത്തവണ നെക്സ്റ്റ് ടൈം ഇതേപോലെ ട്രോഫിയുമായിട്ട് ഇവിടെ വീണ്ടും എല്ലാവരുടെയും ഒപ്പം കാണുവാനായിട്ട് ബ്ലൂ ടൈഗേഴ്സിനെ ഞാൻ ഈ സമയത്ത് ഈ വേദിയിൽ
CCFിൻ്റെ പേരിലും എന്തെങ്കിലും CCFിലെ 17 ക്രിക്കറ്റ് ടീമിൻ്റെ പേരിലും CCFിനെ റെപ്രസെൻറ്റ് ചെയ്തത് സിജു ഉണ്ട്, റിതു ഉണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ബ്ലൂ ടൈഗേഴ്സിന് ഓൾ ദ ബെസ്റ്റ് ടു കം അപ്പ് വിത്ത് എ ബ്രില്യൻറ്റ് ടൂർണമെൻറ്റ് ആൻഡ് എ ബ്രില്യൻറ്റ് വിന്നർ ഓഫ് ദ ടൂർണമെൻറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ അടുത്തതായി ഞാൻ മിസ്റ്റർ അഖിൽ ചന്ദ്രൻ, ഓപ്പറേഷൻ സെൻ്റർ ആണ് ബ്ലൂ ടൈഗേഴ്സിൻ്റെ. സോ പ്ലീസ് ചെയ്യും. ഗുഡ് ഈവനിങ്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു മൊമെൻ്റാണ് നടക്കുന്നത്. ഞങ്ങളുടെ കമ്പനിയുടെ ആ ഒരു റിലീസസിൽ ഇത്രയും സെലിബ്രിറ്റീസിനെ ലാസ്റ്റ് മിനിറ്റിൽ വിളിച്ചപ്പോൾ പോലും ശ്രീചേട്ടൻ നോ പറഞ്ഞില്ല. അതുപോലെ ആണെങ്കിലും നമ്മുടെ ക്രിക്കറ്റിനോടുള്ള ഒരു പാഷൻ, അവരോട് ലവ് ആണെന്ന് കാണുന്നത്. അതുപോലെ അലക്സും പറഞ്ഞ പോലെ നെക്സ്റ്റ് ടൈം നമ്മളൊരു ഉടനെ തന്നെ ഈ ട്രോഫി ഇവിടെ തന്നെ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നല്ല ചേട്ടൻ. അതുപോലെ അലക്സ് പറഞ്ഞ ഞങ്ങൾക്ക് ഇൻഫോ പാർക്കിലെ കമ്പനീസിനെ വിളിച്ചുകൊണ്ട് ഒരു ടൂർണമെൻറ്റ് ആഗ്രഹമുണ്ട്. എന്താ ചേട്ടൻ? അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്, സപ്പോർട്ടിങ് ബ്ലൂ ടൈഗേഴ്സ്. താങ്ക് യു. താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രൊഫൈൽ, എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. സോ നെക്സ്റ്റ് ഞാൻ മൈക്ക് ബബിൻ ബ്രോക്കിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. പിന്നെ ഇൻഫോ പാർക്കിൽ നമ്മൾ വന്ന് നമ്മുടെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നു പറഞ്ഞപ്പോൾ ഈ എനർജി നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു കീഴിലൊരു ഭയങ്കര ഒരു ഇമ്പാക്ട് കൊടുക്കണം. ഇവിടുത്തെ ഒരു പരിപാടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇൻഫോ പാർക്കിലെ പരിപാടി അടിപൊളിയായിരുന്നു പുറത്ത് എല്ലാവരും പറയണം. അതായത് ഹോസ്റ്റ് ചെയ്ത റെഡ് എഫ്എമ്മിന്റെ സൈഡിൽ എന്ന് പറയുന്ന രീതിയിലൊരു കൈയ്യടി തരാമോ? താങ്ക് യു. താങ്ക് യു. അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഞാനാദ്യമേ പറഞ്ഞ പോലെ ഭാഗ്യചിഹ്നങ്ങളാണ്. ഇപ്പോൾ ഇവരെല്ലാവരും ഫോട്ടോസും വീഡിയോസ് എടുക്കാനുള്ള ഒരു അവസരങ്ങളായിട്ട് എല്ലാവരും യൂട്യൂബേഴ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും യൂട്യൂബേഴ്സ് ആണോ? ഒരു ഭൂരിഭാഗം ഇതിനു മുമ്പൊന്നും കണ്ടില്ലല്ലോ, ഇപ്പോഴാണോ തീരാൻ നേരത്താണോ വരുന്നത്? ശരി, അപ്പോൾ ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഭാഗ്യചിഹ്നങ്ങൾ KCLന്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്ന വേദിയിലേക്ക് സ്വാഗതം ചെയ്തതിന് മുമ്പ് ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. എല്ലാവരും ഓൺ സ്ക്രീനിൽ ഒന്ന് നോക്കിന്നോളൂ. അതിനുശേഷം നമ്മൾ ഇത് എന്താണെന്ന് ഞാൻ പറയാം. എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയാം. വേറെ കണ്ണ് എവിടെയും ശ്രദ്ധിക്കരുത്, ഓൺ സ്ക്രീനിൽ മാത്രം ക്വസ്റ്റ്യൻസ് വരാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. ജ്ഞാനത്തെ സാക്ഷിയാക്കി ഒരു ഇതിഹാസ പിറവി. എന്താണ് മർമ്മത്തുകൊള്ളും നർമ്മവുമായി കളി നിയമം പറയാൻ ചാക്യ. നിയമങ്ങളോ അതവൻ പറയും, നിങ്ങൾ കേൾക്കൂ. അവൾ വരികയായി, കാറ്റായി, മഴയായി, അഗ്നിഗോളമായി, ചടുലം, ഉഗ്രം, തീക്ഷ്ണം, സർവസംഹാരിയായി ഗജവീരൻ വരികയായി. മകളെ, ശൗര്യത്തിന്റെ കൊടുമേറി വരികയായി അവൻ. 6 ടീമുകൾ നയിക്കാൻ ത്രിമൂർത്തികൾ, ഇതിഹാസം കുറിക്കാൻ ഒരേ ഒരു വേദി. KCL സീസൺ 2 ഇനി കളി തുടങ്ങുമല്ലേ? താങ്ക് യു. അപ്പോൾ നമ്മുടെ 2 ഭാഗ്യചിഹ്നങ്ങളാണ് നിങ്ങൾ കണ്ടത്. അവരെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യണേ. ഏറെ സ്നേഹത്തോടെ നല്ലൊരു കൈ കൊടുക്കാമോ? വെൽക്കം. Thank you very much.
താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല കേട്ടോ, നിങ്ങളൊന്ന് ശ്രദ്ധ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നല്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ബമ്പർ പ്രൈസ് സമ്മാനമായിട്ട് നൽകാൻ പോകുന്ന ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. വേറെ ഒന്നുമല്ല, ഇത് രണ്ടും നമ്മുടെ ഭാഗ്യചിഹ്നങ്ങളാണ്. ഇത് വേഴാമ്പൽ, അതുപോലെ കുട്ടിക്കൊമ്പൻ. ഇവരുടെ ഇത് ബാക്ക് സൈഡിൽ കാണുന്ന ഒരു QR കോഡ് കണ്ടോ, അത് സ്കാൻ ചെയ്ത നമ്മുടെ ഒരു ഇതിന്റെ സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകും. KCLന്റെ ആ പ്ലാറ്റ്ഫോമിൽ ഇവർ രണ്ടുപേരുടെ ഫോട്ടോ കാണാം. അതിന് താഴെ പോയിട്ട് ഇവർക്ക് നല്ലൊരു പേര് നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു 10 പേരെ സെലക്ട് ചെയ്യും. നല്ല പേര് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഒരു 30,000 റുപ്പീസ് ആണ് ബമ്പർ പ്രൈസ് ആയിട്ട് നൽകാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമില്ല. കാരണം ഇവിടെ ബാക്ക് സൈഡിൽ QR കോഡ് കാണാം, രണ്ട് സൈഡിലായിട്ട്. അതൊന്ന് സ്കാൻ ചെയ്താൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് പോകും. അതില് നമ്മൾ ഇവർ രണ്ടുപേരെയും ഫോട്ടോസ് കാണാം. അതിന് താഴെ ചെന്നിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു പേര് അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ, സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല പേര് നിങ്ങളിൽ ഒരാളായിരിക്കും ചിലപ്പോൾ സെലക്ട് ചെയ്യണമെങ്കിൽ 30,000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് ബമ്പർ പ്രൈസ് ആയിട്ട് നൽകാൻ പോകുന്നത്. ഇവിടെ വേണമെങ്കിൽ ആർക്കെങ്കിലും പേര് പറയാൻ ആഗ്രഹമുള്ളവരും ഇവിടെ പറയാട്ടോ, നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും ആ പേര്. ഇദ്ദേഹത്തിന് ഈ സ്പെക്സ് വെച്ച് ചേട്ടൻ എന്തോ പേര് പറയാൻ താല്പര്യമുള്ളതുകൊണ്ട് ഇവർ കണ്ടിൽ ആരെങ്കിലും കുട്ടിക്കൊമ്പന് പേരിട്ടോ? അറിയില്ല, ഇദ്ദേഹത്തിന് പേരുതാണ് ഏതൊരു പേരുണ്ടേ? പേരിട്ടോ കുട്ടിക്കൊമ്പനൊരു പേര്, ഇഷ്ടമുള്ള പേരിട്ടോ? നിന്റെ പേര് പറഞ്ഞ പേര് കേട്ടോ, കാട്ടിലെ കണ്ണെന്ന്. നല്ല പേരാണോ? ആരെങ്കിലും ഗസ്റ്റ് ചെയ്ത് പറയണ്ടോ? യൂട്യൂബ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാൻസ് ആണ്. നിങ്ങൾ ആരെങ്കിലും പറയണ്ടോ? ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടുന്ന് തുടങ്ങാം. പേര് പറഞ്ഞു, ഒരു പേരിടണം. കുട്ടിക്കൊപ്പനൊരു പേരിട്ടോ. സിഞ്ചേട്ടൻ തന്നെ ആദ്യം പറഞ്ഞോട്ടെ. പറഞ്ഞോ, എന്തെങ്കിലും ഇഷ്ടമുള്ള പേര്. എന്തെങ്കിലും വേഴാമ്പലിനുള്ള പേര്. ഇത് കട്ടി വിടും. ഇപ്പൊ വെച്ച് കുട്ടിയുടെ പേരിട്ടൊന്നും വന്നായിരിക്കും വരാൻ പോകുന്നത്. കുട്ടിയാണെങ്കിൽ ക്യൂട്ട് ലുക്കാണ്. അപ്പൊ എന്താ പറയാ, ക്യൂട്ടി. ഓക്കെ, നല്ലൊരു കാര്യം എടുത്തേട്ടോ, ക്യൂട്ടി. ശരി, ഇനി പറയാം, ഒന്ന് പറയൂ. വേഴാമ്പലിന്റെ പേരിടാം. ബണ്ണി എന്നുള്ള പേര് മേബി തോന്നിയിട്ടുണ്ട്. ഒരു ബണ്ണി പോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. വേഴാമ്പലിന്റെ പേര് പറഞ്ഞാൽ മതി. ഇവിടെ ആർക്കെങ്കിലും ഓഡിയൻസിനിടയിൽ നിന്ന് പേരിടാൻ നിർദ്ദേശിക്കാനുള്ള ഒരു ആദ്യം മോനെ പേര്, നിന്റെ പേരോട് അജിത്തോ? അജിത്ത്. എന്താ സൈറ്റ് എന്ന് പറഞ്ഞ വിളിച്ചിട്ട് വേറെ എന്തെങ്കിലും പേരിട്ടോ സൈറ്റിന്? അതുകൊണ്ട് നമുക്ക് പേരോട് നിർദ്ദേശിക്കാം, കുഴപ്പമില്ല. പറഞ്ഞോ, സൈറ്റിന് വേറെ പേരെന്താ? അല്ല, അങ്ങ് പറയില്ല. ഓക്കെ, സൈറ്റ് നമ്മുടെ കുട്ടിക്കൊമ്പൻ ഇടാൻ പോകുന്ന പേര് ജിംബ്രൂട്ടൻ. ഇനി ആർക്കെങ്കിലും പേര് നിർദ്ദേശിക്കാം? ആരെങ്കിലും ഇട്ടോ? ഇല്ല, ആരുമില്ല. ആർക്കും വേണമെങ്കിലും പറയാട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ഇനി നിങ്ങൾക്ക് പറയാൻ മടിയാണെങ്കിൽ ബാക്ക് സൈഡിൽ കാണാം QR കോഡ്, സ്കാൻ ചെയ്യുക. നേരെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് പോകും. അതിനുശേഷം അവിടെ ഇവർ രണ്ടുപേരും പേര് ഫോട്ടോസ് കാണാം. അതിന്റെ താഴെ കമന്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ പേരിട്ടാൽ മതി. കേട്ടോ? ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ നമുക്ക് ഇവരുടെ കൂടി നമ്മുടെ മസ്കോട്ടിന്റെ ഒപ്പം നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ട് അവർ 3 പേരിൽ നിന്ന് ഒരു മനോഹരമായിട്ടുള്ള ഫോട്ടോസ് എടുക്കാം. പ്ലീസ് ഒരു ഫോട്ടോ. അതെ, ബാക്കിലോട്ട് ക്യാമറ ഉണ്ടെന്നാലും ഫോട്ടോ എടുക്കാം കേട്ടോ. കുറച്ച് സൈഡ്. നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ റീജിയണൽ ഹെഡ് ഒരു 2 പേര് കൂടി വൈസ് പ്രസിഡന്റും അവരൊന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ശരത് സാറിനെ കൂടി സ്വാഗതം ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ജോസ്മോൻ ബേബി,
അതുപോലെ തന്നെ സ്നേഹാൻ നായർ എന്നിവരെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മസിൽ പിടിച്ച് നമ്മുടെ പയ്യലാണ്. ബാക്ക് സൈഡിലിരിക്കുന്ന ട്രോഫി നമ്മുടെ KCLന്റെ വിന്നർക്ക് കൊടുക്കുന്ന ഒറിജിനൽ ട്രോഫിയാണ്. അതുകൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ KCL വിന്നേഴ്സിന് കൊടുക്കാൻ പോകുന്ന ഒറിജിനൽ ട്രോഫിയാണിത്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇവർ ചെറുതായിട്ട് നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ആക്ടിവിറ്റി ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് അങ്ങനെ വിട്ടിട്ട് കാര്യമുണ്ടോ? ഇനി എല്ലാവരും ഒന്ന് വൈഡ് വെക്കോ? വേറെ ചെറിയ ആക്ടിവിറ്റി ക്രിക്കറ്റ് കളിക്കാൻ പോകണം. ബാക്കോട്ട് ഇറങ്ങണം. നമുക്ക് ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാം. വേറെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ കുറച്ച് ബാക്കോട്ട് ഒന്ന് ഇറങ്ങി. ഓക്കെ, നമുക്ക് ഇവിടെ ചെറിയ ഒരു ഗെയിം, നമ്മൾ ക്രിക്കറ്റ് നമ്മുടെ വേഴാമ്പല് ബോൾ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ബോൾ വളരെ ഗംഭീരമായ ഒരു പ്രകടനമാണ്. വേറെ എല്ലാവരും ശ്രദ്ധിക്കുക. വേറെ ഒന്നുമല്ല, നമ്മുടെ ബോൾ എല്ലാവരും ക്യാച്ച് ചെയ്തേക്കാൻ നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്നവര് ഒന്ന് ശ്രദ്ധിക്കുക, പുറത്തേക്കൊക്കെ പോകാതെ ഒന്ന് എല്ലാവരും ഒന്ന്. വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് സിജു വിൽസൺ കാഴ്ചവെക്കാൻ പോകുന്നത്. പോലെ തന്നെയായിരിക്കും, അതിനേക്കാൾ ഗംഭീര പ്രകടനമാണ്. 6 ബോളായിരിക്കും നമ്മുടെ വേഴാമ്പൽ ആദ്യം സിജു വിൽസൺ എറിയുന്നത്. അതിനുശേഷം 16 ബോൾ എറിയുന്നതായിരിക്കും. ബാറ്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ബോളൊക്കെ വരുമ്പോൾ ക്യാമറകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ടെന്നീസ് ബോളാണ്, അതുകൊണ്ട് തന്നെയാണ്. അതെ, സിജു വിൽസന്റെ ഗംഭീര പ്രകടനമാണ് നമ്മൾ എല്ലാവരും കാണാൻ പോകുന്നത്. വളരെ സിനിമയിലുള്ളത് പോലെ തന്നെ സിനിമയിൽ കയറുന്നതിന് മുമ്പ് വൈഡ് എറിഞ്ഞോ? വേറെ ഒന്നുമല്ലോ, അദ്ദേഹത്തിന് വിസിബിൾ അല്ല, ശരിക്കും കണ്ണ് ശരിക്കും കാണാൻ സാധിക്കില്ല അതിന്റെ ഉള്ളിൽ കൂടി. അതുകൊണ്ടാണ് കേട്ടോ, വിസിബിലിറ്റി കുറവാണ്. എന്നാൽ സിജു വിൽസന്റെ ഗംഭീരമായ പ്രകടനമാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. സിനിമയിൽ വരുന്നതിന് മുമ്പ് ക്രിക്കറ്റർ ആകാൻ ആഗ്രഹിച്ച ഒരാളെ കൂടിയാണ് സിജു വിൽസൺ. അദ്ദേഹത്തിന്റെ ഗംഭീര പ്രകടനമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൈയടി വേണം കേട്ടോ. ഓരോ ബോളും അദ്ദേഹം നല്ല രീതിയിൽ മാളവികയ്ക്ക് ബാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അടുത്ത ചാൻസ് മാളവികയ്ക്കാണ്. ബോളിയുണ്ട്, ബാറ്റ് ചെയ്ത് നല്ലൊരു കൈയിലേക്ക് എല്ലാവരും ചേർന്ന് മാളവികയുടെ ഗംഭീരമായ പ്രകടനമാണ് കാണാൻ പോകുന്നത്. ബോൾ ചെയ്ത് കൊടുക്കാൻ നമുക്ക് വേണമെങ്കിൽ അലക്സേട്ടനെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. അലക്സേട്ടനെ ബോൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യാണ്. പ്രകടനമാണ്. എല്ലാവരും അറിയില്ല, ബാറ്റ് വിട്ടുപോയത് ബോൾ വരച്ചു പോയാലും. ഫസ്റ്റ് ബോളിൽ തന്നെ അത് ട്രെയിലാണ് അലക്സേട്ടൻ. ഒന്നുകൂടി ഒരു അവസരം കൂടി കൊടുക്കണം. ട്രെയിലാണത്. ആശ്ചര്യ മത്സരമാണ് നടക്കുന്നത്. ഇനി മാളവിക ബോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ബോൾ ചെയ്യണമെന്നുണ്ടോ മാളവിക? ഋതു മാം. അടിപൊളി, എത്ര ഉള്ളു പിന്നെ ആർക്കും
കണ്ടില്ല കാണുന്നതിന് പറഞ്ഞു കൊടുത്തോ. ഓക്കെ, ഒരു ചാൻസ് എടുത്തു മാമിന് വേണ്ടി. ഓക്കെ, അപ്പോൾ സിജു വിൽസനാണ് ഋതു മാമിനെ ഫോളോ ചെയ്യുന്നത്. ആ ട്രെയിലായി പോട്ടോ, ട്രെയിലായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ബ്ലൂ ടൈഗേഴ്സിന്റെ ഓൾ ടീം മെമ്പേഴ്സ് ഒന്ന് വേദിയിലേക്ക് വരണം. നിങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഫോട്ടോ സെഷൻ ആണ്. ഓൾ ടീം മെമ്പേഴ്സ് ബ്ലൂ ടൈഗേഴ്സ് പ്ലീസ് വെൽക്കം. ബ്ലൂ ടൈഗേഴ്സിന്റെ എല്ലാവരും വരണം കേട്ടോ. ഫെഡറൽ ബാങ്കിന്റെ സർ, ഫെഡറൽ ബാങ്കിന്റെ 2 പേര് മാം സർ, പ്ലീസ് വെൽക്കം. ബാങ്കിന്റെ റീജിയണൽ മാനേജർ ഇത് ആരും ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പരിപാടികൾ അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗെയിംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. വിന്നേഴ്സിന് മനോഹരമായിട്ടൊരു ഗിഫ്റ്റാണ് സമ്മാനമായിട്ട് നൽകാൻ പോകുന്നത്. ആരും പോകരുത്. വീഡിയോ എടുക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ആരും പോകരുത്. ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. നമ്മുടെ സെലിബ്രിറ്റീസ്, അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിന്റെ മാനേജേഴ്സ്, പ്ലീസ് നമുക്കൊരു ജേഴ്സി റിവീലിംഗ് ആണ്, അതുകൂടി നിങ്ങളുടെ ഒരു ഭാഗമാക്കാമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ജേഴ്സി നമുക്ക് ഒഫീഷ്യലൊരു വീഡിയോ കാണാം. അതിനുശേഷം രഞ്ജി ട്രോഫിയിൽ സൽമാന്റെ ഹെൽമെറ്റ് തട്ടി ഒരു ക്യാച്ച് പോകുന്ന വീഡിയോ നമുക്ക് കാണാം, ക്യാച്ച് പിടിക്കുന്ന ഒരു വീഡിയോ. അതിനുശേഷമാണ് നമ്മൾ ജേഴ്സി റിവീലിംഗ്. For the very first time in the history of Ranji Trophy, Kerala has got to the final. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഹെൽമെറ്റ് തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ട ഭാഗ്യമായിട്ടുള്ള ഹെൽമെറ്റ് തന്നെയാണ് KCL നമ്മുടെ KCLന്റെ ജേഴ്സിയിലെ ലോഗോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് റിവീൽ ചെയ്യുന്നൊരു ടൈമാണ്. അപ്പോൾ എല്ലാ 3 പേരെയും സ്വാഗതം ചെയ്യാൻ ഋതു മാം, അതുപോലെ മാളവിക പ്ലീസ്, സിജു പ്ലീസ് വെൽക്കം. നമ്മളൊരു ജേഴ്സി റിവീലിംഗ് ടൈമാണ്. KCLന്റെ അതേ ഹെൽമെറ്റ് തന്നെയാണ്. ഡീറ്റെയിൽസ് ആണ് ഇത്. ക്രിക്കറ്റ് ഈവന്റ് ഹെൽമെറ്റ് പ്ലേസ് ഇഫ് പ്ലെയർ ഇഫ് പ്രിപ്പയർഡ് എന്നാണ് ഇതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെൽമെറ്റ് വളരെ ഒരു ഭാഗ്യം ചെന്നൊരു ക്യാച്ചാണ് സൽമാന്റെ ഹെൽമെറ്റിൽ തട്ടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇതിനകത്തും KCLന്റെ ലോഗോ ആയിട്ട് ജേഴ്സിയിൽ വന്നിരിക്കുന്നത്. താങ്ക് യു, വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും KCLന്റെ ഒരു ബ്ലൂ ടൈഗേഴ്സിന്റെ നമുക്കൊരു പ്രമോ വീഡിയോ കൂടി ഒന്ന് കാണാം. ഓരോ പന്തിലും ഇനി വിജയാരവങ്ങൾ പിറക്കും. സ്പോർട്സ് മേഖലയിൽ തന്റേതായ മുഖമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. 2024 ടോപ്പ് റേറ്റഡ് ഫ്രാഞ്ചൈസി ആയിരുന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 2025 ഇന്ത്യൻ ക്രിക്കറ്ററായ സഞ്ജു സാംസണെ KCLന്റെ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് തുകയ്ക്ക് സ്വന്തമാക്കിയത് വഴി മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിച്ചു. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിലൂടെ
ടീം ഉടമ കൂടിയായ സുഭാഷ് വാനു ലക്ഷ്യമിടുന്നത് ക്രിക്കറ്റിലെ യുവപ്രതിഭകളെ കേരളത്തിൽ നിന്നും ഇന്ത്യൻ ടീമിലേക്കും IPL പോലുള്ള ലീഗുകളിലേക്കും എത്തിക്കുക എന്നത് തന്നെയാണ്. When visionaries are united with strategies, success happens. ദീപക് CM, റഫി വിൻസെന്റ് ഗോമസ്, സനൂദ് ഇബ്രാഹിം, അനീഷ് തുടങ്ങുന്ന കരുത്തുറ്റ കോച്ചിംഗ് നിര തന്നെയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനുള്ളത്. സാംസൺ ബ്രദേഴ്സായ സാലി സാംസന്റെ ക്യാപ്റ്റൻസിയും സഞ്ജു സാംസന്റെ വൈസ് ക്യാപ്റ്റൻസിയിലും ഒരുങ്ങുന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഈ സീസണിൽ KM ആസിഫിനെ പോലെയും വിനു മനോഹരനെ പോലെയുമുള്ള കരുത്തുറ്റ പ്ലേയേഴ്സുമായാണ് അംഗത്തിനിറങ്ങുന്നത്. KCL 2025 ഇനി കാണാൻ പോകുന്നത് കൊച്ചിയിൽ നിന്നുള്ള നീലക്കടവുകളുടെ കുതിപ്പ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമുക്ക് ഒരാളെ കൂടി ഒന്ന് വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണം കേട്ടോ. റെഡ് FM-ന്റെ 93.5-ന്റെ ആദ്യ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. റെഡ് FM-നെ വെൽക്കം ചെയ്യുന്നു. ഹേമന്ത്, പ്ലീസ് നല്ലൊരു കൈഡി കൊടുക്കാട്ടോ. എല്ലാവരും ചെറിയ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. ഹേമന്ത്, RJ ഹേമന്ത്, പ്ലീസ്. താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ സിജു. ആൻഡ് ഓഫ് കോഴ്സ് റെഡ് എഫിൻ്റെ ഒരു ഭയങ്കര പ്രൈഡ് മൂമെൻ്റ് ആണ്. ബിക്കോസ് റെഡ് എഫ് കുറച്ച് നാളായിട്ട് നമ്മൾ ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ് ആണ്. അതുകൂടാതെ നമ്മുടെ ഓൺ എയർ ഒക്കെ ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് KCL വെച്ച് വരുന്നത്. അതുകൂടാതെ തന്നെ വി ആർ വെരി പ്രൗഡ് ഓഫ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ബിക്കോസ് ഒരു റെക്കോർഡ് വരെയൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഇന്ത്യയുടെ പ്രൈഡായിട്ടുള്ള സഞ്ജുവിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. അതിനാണ് ഏറ്റവും വലിയ കൈയ്യടി തുടങ്ങുന്നത്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് നല്ലൊരു കൈയ്യടി പ്ലീസ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത് നമുക്ക് നമ്മുടെ KCL-ന്റെ ജേഴ്സി ഇവർക്ക് ചെറിയൊരു സമ്മാനമായിട്ട് നൽകുകയാണ്. ഓക്കെ, കിട്ടിയോ? ബ്ലൂ ടൈഗേഴ്സിന്റെ ഒരു ജേഴ്സിയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ബ്ലൂ ടൈഗേഴ്സിന്റെ ജേഴ്സിയാണ് സമ്മാനമായിട്ട് ശരത് സാർ, ഡയറക്ടർ ബ്ലൂ ടൈഗേഴ്സിന്റെ ഡയറക്ടർ ശരത് സാറാണ് സമ്മാനമായിട്ട് ഗിഫ്റ്റായിട്ട് നൽകുന്നത്. അതുപോലെ തന്നെ ഋതുവിന് ബ്ലൂ ടൈഗേഴ്സിന്റെ താങ്ക് യു സാർ, ശരത് സാർ. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഗെയിം ചെയ്തിട്ട് അതിന് വിന്നേഴ്സ് ആകുന്നവർക്ക് ഒരു മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് ഒരു സെലിബ്രിറ്റീസാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് നൽകാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു പ്രൊമോ വീഡിയോ കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാം അല്ലേ? പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. ശ്രീശൻ, ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. മുന്നിലേക്ക് വരുവാണ്, അവിടെ നിന്ന് ആക്ടിവിറ്റി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മുന്നിലേക്ക് വന്നാൽ ആക്ടിവിറ്റി ചെയ്യാം. നിങ്ങൾക്കും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും. അപ്പോൾ ശ്രീശനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹോൾഡ് ചെയ്ത് നിൽക്കുക. മാക്സിമം എത്ര 30 സെക്കൻഡ്സ് നിർത്തുന്നവർക്കായിരിക്കും, ഹോൾഡ് ചെയ്ത് നിർത്തുന്നതായിരിക്കും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. ബാറ്റ് ആദ്യം ഇങ്ങനെ പിടിക്കാം. അതിനുശേഷം ബോളിങ്ങിന് ഒറ്റ കയ്യിൽ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ കേട്ടോ ബാറ്റ്. ഇതുപോലെ ഒരു 30 സെക്കൻഡ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നവർക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് നൽകാൻ പോകുന്നത്. നമ്മുടെ സെലിബ്രിറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് നൽകുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹമുള്ള ഒന്നുകൂടി എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളൂട്ടോ. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി. ഓക്കെ, ഇതുപോലെ 30 സെക്കൻഡ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നവർക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. മുന്നിലേക്ക് വരിക. വരൂ ലേഡീസ്, വരൂ. ഇതിനെ പഠിക്കുന്നു, വരൂ. പ്ലീസ് നല്ലൊരു കൈ എടുക്കട്ടോ. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞോളൂ. ആദ്യം സഹീദാണ് ആദ്യം മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സഹീദാണ്. നമുക്ക് 30 സെക്കൻഡ്സ് ഒറ്റ കൈയിലാണ് ബാറ്റ് ഹോൾഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ബോളിങ്ങിനെ 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് നിർത്തുന്നവർക്ക് സമ്മാനം സ്റ്റാർട്ട് ചെയ്തോട്ടെ. റെഡി? നല്ലൊരു കൈ കൊടുക്കാം. എല്ലാവരും ചേർന്ന് വെൽക്കം ചെയ്യണം. 1 2 3 സ്റ്റാർട്ട്. വളരെ കുറച്ച് ഇനി എനിക്ക് വന്ന് സഹിത ഒരു ദിവസം വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ പോയാലും ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും തോന്നുന്നു. എന്തായാലും വളരെ ഗംഭീരമായിരിക്കും. ഓക്കെ, സഹിത് വേറെ ഗെയിം കൂടി ചെയ്താലോ? ഇപ്പൊ എന്തായാലും ഇങ്ങനെയല്ലേ ചെയ്തത്? ഇനി ബാറ്റ് ഇങ്ങനെ കൂടി ചെയ്താലോ? ഇങ്ങനെ അല്ലോ, 2 ഗെയിം ഒറ്റ ഗെയിം നോക്കാം. ടാസ്ക് അല്ല വെറുതെ. എന്തായാലും ഓൾറെഡി നിങ്ങൾ എത്ര മിനിറ്റ് ചെയ്തു പിടിച്ചു അല്ലെ? ഇങ്ങനെ നോക്കാം സൈഡിൽ. അങ്ങനെയല്ല, ഈ സൈഡിൽ ആയിക്കോട്ടെ. 2 പ്രാവശ്യം അല്ലോ എന്നോ? ക്രിക്കറ്റ് പ്ലെയർ ആണോ?
സോങ് വേണ്ടേ ഒന്ന് സോങ് ഇട്ടോട്ടെ. Ready? കയ്യടി കൊടുക്കാം. അത് ബാലൻസിങ് ചെയ്യാണ്. അതിനുശേഷമായിരിക്കും സൈഡിൽ നമുക്ക് ഓക്കെ. പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറെ നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? അതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ആരാണ് വരുന്നത്? അടുത്ത് പോരുത്. സഹിദിനെ വിട്ടിട്ടില്ല. സഹിദ് കഴിഞ്ഞിട്ടില്ല. സഹിദ് ഇവിടെ നിൽക്കണം പ്ലീസ്. ഇവര് അടുത്ത ഒരാൾ കൂടി വരാമോ പ്ലീസ്? പെട്ടെന്ന് സമയം വന്നിരിക്കുന്നു. ആള് വന്നിരിക്കുന്നു. മോന് പേര് ഗോകുൽ ഒരു കൈ കൊടുത്തു കേട്ടോ. റെഡി, സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 സ്റ്റാർട്ട്. എല്ലാവരും കാണുന്നിരിക്കും കേട്ടോ. ഓക്കെ, ഗോകുൽ ഗംഭീരമായിട്ട് കളിച്ചോളൂ. ഗോകുൽ കഴിഞ്ഞിട്ടില്ല. വേറൊരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് രണ്ട് കയ്യിൽ പിടിക്കാം. ഇപ്പൊ ചെയ്ത പോലെ നമുക്ക് ചെയ്യാം. ബോളിൽ തന്നാൽ മതി. റെഡി, ഒരു കൈ കൊടുത്തേക്കാം. റെഡി, ഇതൊക്കെ ജസ്റ്റ് കൈഡില്ല. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒരാൾ കൂടി വരും പ്ലീസ്. ഒരാൾ കൂടി. ഇനി ആരെങ്കിലും ലേഡീസിന് ഗേൾസിന്റെ ഭാഗത്ത് ഒരാൾ വരും പ്ലീസ്. ഗേൾസിന്റെ സൈഡിൽ നിന്ന് ആരെങ്കിലും വരാം. ഗേൾസ് വരുമോ? ഇതെന്താ ഇത്ര മടിയോ? പേടിയാണോ? വരൂ. ആരെങ്കിലും വരാമോ? ഗേൾസിന്റെ സൈഡിൽ നിന്ന് വരുമ്പോ അവനെ തള്ളി വിടുമോ? ഗേൾസ് ആരെങ്കിലും പെട്ടെന്ന് പോയിട്ട് നമുക്ക് എന്തെങ്കിലും സെലിബ്രിറ്റീസ് ഹെൽപ്പ് ചെയ്താൽ വേണ്ടി മാത്രമാണ് വെയിറ്റ് ചെയ്യുന്നത്. അവർ പോയിട്ട് തിരക്കുള്ളതാണ്, ഷൂട്ടിന് പോകുന്നതാണ്. ദയവ് ചെയ്ത് പെട്ടെന്ന് വരിക. ഇല്ലെങ്കിൽ ബോയ്സിനെ വിളിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു ചാൻസ് തന്നില്ല, പിന്നീട് പരാതി പറയുന്നതാരും. ബോയ്സിനെ വിളിച്ചോട്ടെ. ഗേൾസ് ബോയ്സിനെ വിളിച്ചോട്ടെ. അവിടെന്നോ നമ്മുടെ സൈഡിൽ നിന്ന് ആരുണ്ടോ? വാ ഓടി വാ. നല്ലൊരു കാര്യം കൊടുത്തേ കേട്ടോ. ഈ ഒരു വാശേറിയ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഗേൾസിന്റെ ഇടയിൽ നിന്ന് കുട്ടി ഓടി വന്നിരിക്കുകയാണ്. നമ്മുടെ പേര് പ്രിയ നന്ദന. ഓക്കെ, റെഡി, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഗെയിം ഇപ്പൊ കണ്ടില്ലേ? അത് തന്നെ സെയിം. ഓള് ബാറ്റിങ്ങിനെ ഹോൾഡ് ചെയ്യാം. ഒറ്റ കൈ പിടിക്കാൻ പറ്റോ? ഒറ്റ കൈ കൊണ്ട് പിടിക്കാൻ പറ്റോ? ഇതേപോലെ രണ്ടേ പിടിക്കണമെങ്കിൽ കുഴപ്പമില്ല. രണ്ടേ പിടിച്ചോളൂ. ഇങ്ങോട്ടാണ് വെയിറ്റ് ഉണ്ടെങ്കിൽ രണ്ടേ. റെഡി, സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. വളരെ വാശിയേറിയ മത്സരമാണ്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുച്ചിപ്പുടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടില്ല. എളുപ്പത്തിൽ കേട്ടോ. ശ്രീനന്ദൻ എന്താ പറഞ്ഞോളെ? പ്രിയനന്ദൻ. ഓക്കെ, ശരി. പോകരുത്. സൈദ് വരും. ഗോകുൽ. 3 പേരും വരും. 3 പേർക്കും സമ്മാനം നൽകാം. വരൂ. മനോഹരമായിട്ടുള്ള ഗിഫ്റ്റാണ് നൽകാൻ പോകുന്നത്. ഓക്കെ, അപ്പോ സിജു വിൽസൺ ആദ്യം തന്നെ മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് നൽകും. ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് മിസ്റ്റർ സഹിദാണ്. സഹിദ്. ഓക്കെ, സഹിദിന് ആദ്യം സിജു വിൽസൺ വളരെ ഗംഭീരമായിട്ട് പ്ലേ ചെയ്ത മനോഹരമായിട്ടുള്ള ഗിഫ്റ്റാണ്. ടീഷർട്ടാണ് സമ്മാനമായിട്ട് നൽകാൻ പോകുന്നത്. KCLന്റെ ഒരു ടീഷർട്ടാണ് നമ്മുടെ സഹിദിന് സമ്മാനമായിട്ട് നൽകാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും നല്ലൊരു കൈഡി കൊടുത്തേക്കണം. ആദ്യം യാതൊരു സഭാകമ്പവും ഇല്ലാതെ ഓടുന്നതാണ് സൈദിന് മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് നൽകുകയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് മാം പ്ലീസ്. ഇത് മാം മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് നമ്മുടെ ഗോകുൽ ഇവിടെ. ഗോകുലിന് അടുത്ത സമ്മാനം നൽകുകയാണ്. ഋതുമാണ്. അപ്പോൾ വാശിയേറിയ മത്സരത്തിൽ കുറച്ചേറെങ്കിലും പിടിച്ചിരുന്ന ഗോകുലിന് മനോഹരമായിട്ടുള്ള ടീഷർട്ടാണ്. KCLന്റെ ടീഷർട്ടാണ് നൽകുന്നത്. താങ്ക് യു. മഴവിക്കണം പ്ലീസ്. ഓക്കെ, അപ്പോൾ പ്രിയനന്ദനയ്ക്ക് അടുത്ത ഗിഫ്റ്റ് മാളവികയാണ് സമ്മാനമായിട്ട് നൽകുന്നത്. നല്ലൊരു കൊടുക്കാം. കൈയടി കൊടുക്കാം. എല്ലാവരും ചേർന്ന്. വാശിയേറിയ മത്സരമായിരുന്നു. താങ്ക് യു. ഇപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവർക്കും കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. ഇപ്പോൾ നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം കേട്ടോ. ബ്ലൂ ടൈഗേഴ്സിന്റെ ഒരു പ്രൊമോ വീഡിയോ നമുക്കൊന്ന് കാണാം. ബ്രിട്ടീഷിന് നല്ലൊരു കൈയടി കൊടുക്കാം. എല്ലാവരും ചേർന്ന്. താങ്ക് യു സിജു വിൽസൺ ആൻഡ് ഋതു, മാളവിക. താങ്ക് യു വെരി മച്ച്.
എന്തായാലും ഒരിക്കൽ കൂടി ഇവിടെ നമ്മളെ പ്രോഗ്രാം ആസ്വദിക്കാനായിട്ട് എല്ലാവർക്കും നന്ദി. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും KCL സീസൺ 2-ന്റെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഡേ ആയിരുന്നു എന്ന്. ഇതിനുശേഷം ഇനി നമ്മൾ ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു വെരി മച്ച്.